afternoon. Good afternoon, Miss. Patient satisfaction. Yes, Miss. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇല്ല മിസ്സേ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ മൂവ് ചെയ്യാം. ലാസ്റ്റ് നമ്മളെടുത്ത് നിർത്തിയത് ചാപ്റ്റർ വരെ. നെക്സ്റ്റ് നോക്കേണ്ടത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ്, ബെനിഫിറ്റ്സ് ഫോർ പേഷ്യൻസ് ആൻഡ് ഹോസ്പിറ്റൽ. ഓക്കെ, നമ്മൾക്ക് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത് നമുക്കറിയാം അതിന്റെ ബെനിഫിറ്റ്സ് അല്ലെ, അങ്ങനെ ആ സർവേ നടത്തുന്നത് കൊണ്ടുള്ള ആ ഒരു ബെനിഫിറ്റുകൾ ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ പേഷ്യൻസിനൊക്കെ എങ്ങനെയാണ് ഗുണം ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാം. Patient satisfaction surveys are an important ways to scale how the patients feel about their experience in the practice. Okay, നമുക്കറിയാം ഒരു പ്രധാനപ്പെട്ട സ്കെയിലാണ് അല്ലെ, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ആ പേഷ്യന്റ് ആ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യതയില്ല, മറ്റുള്ളവരെ കൂടി റെക്കമെൻഡ് ചെയ്ത് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫീലിങ്സ്, അത് ആ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള ഫീലിങ്സ് നമ്മൾ സ്കെയിൽ ചെയ്ത് അത് ശ്രദ്ധിച്ചറിയുമ്പോഴാണ് ആ ഫീലിങ്സ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് അല്ലെ, തീർച്ചയായിട്ടും നല്ലൊരു അനുഭവമാണ് അവരെ പങ്കുവയ്ക്കുന്നത്. Then content of patients are more probably to suggest the hospital to others, and they are also less probable to file complaints. Okay, content of patients എന്ന് പറഞ്ഞാൽ ആരാണ്? Satisfied patients. Okay, അപ്പോൾ satisfied patients are probable. എനിക്ക് ചുമയായിരുന്നു, അതൊന്ന് പനിയിലേക്ക് വന്നു. ഇതൊന്ന് 3 ദിവസത്തേക്ക് ഒരു റെസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്കൊരു ഇപ്പൊ മാറുമായിരിക്കും. അപ്പൊ അതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? തീർച്ചയായിട്ടും ഈ ഒരു നല്ല അല്ലെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവര് മറ്റുള്ളവരെ കൂടിയും ആകർഷിക്കും അല്ലെ. കണ്ടന്റ് പേഷ്യൻസ് ആർ മോർ പ്രോബബിൾ ടു സജസ്റ്റ് ദ ഹോസ്പിറ്റൽ ടു അതേഴ്സ് ആൻഡ് ദേ ആർ ഓൾസോ ലെസ് പ്രോബബിൾ ടു ഫൈൽ കംപ്ലൈന്റ്സ്. നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഇപ്പൊ ഹോസ്പിറ്റലിൽ വന്നു കഴിയുമ്പോൾ അവര് തൃപ്തികരമായിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്തുണ്ടാവില്ല, തൃപ്തികരമായിട്ടുള്ള കാര്യങ്ങളാണ് അവര് കാണുന്നതെങ്കിൽ അവർക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല അല്ലെ. എന്തായിരിക്കും ഉണ്ടാവാത്തത്? കംപ്ലൈന്റ്സ് ഉണ്ടാവില്ല അല്ലെ. അവര് കംപ്ലൈന്റുകളൊന്നും പറയില്ല അല്ലെ. നല്ല ക്ലീനിങ് ആണ്, നല്ല ഡോക്ടറാണ്, നമുക്ക് കറക്റ്റ് ടൈമില് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിച്ചു അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് കംപ്ലൈന്റ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ജസ്റ്റ് ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് കുറയുന്നത്. Contented patients are more probable to suggest the hospital അല്ലെ. ഡാഷ് പേഷ്യൻസ് എന്നും പറഞ്ഞുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ അങ്ങനെ വരുമ്പോൾ ഓപ്ഷനിൽ തരുന്നത് കണ്ടന്റഡ് പേഷ്യൻസിൽ തരാം, ആംഗ്രി പേഷ്യൻസിൽ തരാം, പ്രിഫർഡ് പേഷ്യൻസ് എന്നൊക്കെ തരാം. അപ്പൊ കണ്ടന്റഡ് പേഷ്യൻസിന്റെ മീനിങ് മനസ്സിലാക്കിയാലാണ് സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആണ് പ്രോബബ്ലി ആയിട്ടുള്ള സജസ്റ്റ് തരുന്നത് മനസ്സിലാക്കി വയ്ക്കും. ഓക്കെ, അപ്പൊ നോക്കാം എന്താണ് ഓൾസോ ലെസ് പ്രോബബിൾ ഫോർ ടു ഫൈൽ കംപ്ലൈന്റ്സ്. അവർക്ക് അധികം കംപ്ലൈന്റ്സും ഉണ്ടാവില്ല. Earning and maintaining high patient satisfaction scores benefits medical organization and the patients in a lot of ways. Okay. അവിടെ തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് ഹൈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർസ് ബെനിഫിറ്റ് മെഡിക്കൽ ഓർഗനൈസേഷൻ. അതായത് നന്നായിട്ട് തന്നെ നമുക്ക് അല്ലെ നല്ല പേഷ്യന്റിനെ സാറ്റിസ്ഫൈഡ് ആക്കി കൊണ്ടുപോവുകയാണെങ്കിൽ അവരുടെ സ്കോർ നിലനിർത്തി കൊണ്ടുപോകാൻ കുറച്ചും കൂടിയും അത് കയറ്റി കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ പേഷ്യൻസിന് നല്ല രീതിയിൽ അല്ലെ സാറ്റിസ്ഫാക്ഷൻ വീണ്ടും പേഷ്യൻസ് അധികമായിട്ട് വരാനായിട്ടുള്ള സാധ്യത.
അപ്പൊ പേഷ്യൻസിനെ സാറ്റിസ്ഫൈഡ് ആക്കി കൊണ്ടുപോകണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സുകളാണ് ഈ താഴെ ഓരോ പോയിന്റ് വൈസ് ആയിട്ട് പറയുന്നത്. അപ്പൊ പേഷ്യന്റിനെ സാറ്റിസ്ഫൈഡ് ആക്കി എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതിൽ ഫസ്റ്റ് പോയിന്റ് പേഷ്യന്റ് ലോയൽറ്റി ആൻഡ് റിട്ടൻഷൻ. ഓക്കെ, ലോയൽറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിശ്വാസ്യത അല്ലെ, അല്ലെങ്കിൽ റിട്ടൻഷൻ എന്ന് പറയുമ്പോൾ നിലനിർത്തി പോകുക. നമുക്ക് എന്താണ് പേഷ്യന്റ് ഹാവ് മോർ ട്രസ്റ്റ്. അതായത് വിശ്വാസം അല്ലെ, നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്താ പ്രത്യേകത? ഞാൻ ഇടയ്ക്ക് എങ്ങനെ നിങ്ങൾക്ക് തന്നെയാണെന്ന് അറിയില്ല അല്ലെ, പ്രായമായ പേഷ്യൻസ് ഒക്കെ പറയും നമ്മൾ ചിലപ്പോൾ നല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാലും അവര് പറയും ഇല്ല എനിക്ക് ഇന്ന ഡോക്ടറുടെ അടുത്ത് പോയാൽ. എന്തുകൊണ്ട് അങ്ങനെ ഇന്ന ഡോക്ടറുടെ അടുത്ത് പോയാന്ന് അവർ പറയാൻ കാരണം അവർക്ക് ആ ഡോക്ടറായിട്ട് അല്ലെ അത്രയും അറ്റാച്ച്മെന്റ് ആണ്, ഒരു വിശ്വാസമാണ്. അങ്ങനെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് അവിടെ പോയാൽ മതി എന്ന് തന്നെ ഒരു വാശി വരും. അപ്പൊ അത് തന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നത് നോക്കാം പേഷ്യൻസ് ഹാവ് മോർ ചോയ്സ് ഇൻ എ കണക്ഷൻ വിത്ത് ദെയർ ഹെൽത്ത് കെയർ ദാൻ എവർ ബിഫോർ. ഓക്കെ, നമുക്കറിയാം എല്ലാവരുമായിട്ട് നല്ല ഒരു കണക്ഷൻ ഉണ്ടാവാം. Satisfied patients are more probable to be faithful patients. ഓക്കെ, നല്ല വിശ്വാസമുള്ള അല്ലെ പേഷ്യൻസ് അത് തീർച്ചയായിട്ടും സംതൃപ്തിയോട് കൂടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കാണും. This not only means that they will schedule the necessary checkup, follow up and other required appointments, but they are more probable to keep it up. അതിലെ പ്രധാനമായിട്ട് പറയുന്നത് എന്താണ്? നെസസറി ചെക്കപ്പ് എടുക്കുക മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, നല്ല ഫോളോ അപ്പ് ഉണ്ടാവുക, അതേമാതിരി തന്നെ റിക്വയർഡ് അപ്പോയിന്റ്മെന്റ്സ്, ബട്ട് ദേ ആർ മോർ പ്രോബബിൾ ടു കീപ് ദം. ഓക്കെ, ഇതെല്ലാം തന്നെ കീപ്പ് ചെയ്ത് വെക്കുക. നല്ലൊരു പ്രോസസ്സിംഗ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഒരു ലോയൽറ്റി അപ്സൂക്ഷിക്കാനായിട്ട് സാധിക്കും. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ ഓൾസോ ഗ്രാൻഡ് അംബാസിഡർ ഫോർ ദ ഹോസ്പിറ്റൽ. ഓരോ ഹോസ്പിറ്റലിന്റെ ഗ്രാൻഡ് അംബാസിഡർ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ആ പോയിന്റും ജസ്റ്റ് നോട്ട് ചെയ്യാം. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ ഓൾസോ ഗ്രാൻഡ് അംബാസിഡേഴ്സ് അല്ലെ, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് ഗ്രാൻഡ് അംബാസിഡേഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അവരെന്താ ചെയ്യാം? ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അബൌട്ട് ഗുഡ് എക്സ്പീരിയൻസ് ആൻഡ് ബാഡ് വൺസ് വിത്ത് ദെയർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഓക്കെ, നല്ല കാര്യങ്ങളൊക്കെയും അവർ പ്രകടിപ്പിക്കും, അപ്പൊ തന്നെ ചീത്ത കാര്യങ്ങളൊക്കെയും അല്ലെ അവർക്ക് തിരിച്ചറിയാനുള്ള ഒരു വിവേചന ശക്തി കൂടി ഈ ടൈമിൽ അവർക്ക് ലഭ്യമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് പേഷ്യൻസ് ലോയൽറ്റി ആൻഡ് റിട്ടൻഷൻ. വീണ്ടും എന്ന് പറയുന്നത് they tell their friends and family about the experience and bad ones with their friends and family. Okay, ഗുഡ് ആണെങ്കിൽ അവർ ഗുഡ് വെച്ചുകൊണ്ട് എല്ലാവരും റിലേറ്റീവ്സിനെയും ഫാമിലി മെമ്പേഴ്സിനൊക്കെ അറിയിക്കും. ബാഡ് ആണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും അല്ലെ. അപ്പൊ വിശ്വാസം എന്നത് അല്ലെ, നമ്മള് പരസ്യങ്ങളിൽ വരെ പറയും വിശ്വാസം എന്നാൽ ഇതാണല്ലോ എല്ലാം അല്ലെ. അത് പരസ്യമില്ലേ, എന്തിന്റെ പരസ്യമുള്ളത്? അഡ്വർടൈസ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ വിശ്വാസം അതിന് പ്രാധാന്യമുണ്ട് അല്ലെ. അതില് ഞാൻ വേറൊരു പോയിന്റ് കൂടി പറഞ്ഞത് സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ ഓൾസോ ബ്രാൻഡ് അംബാസിഡേഴ്സ് ഫോർ ഹോസ്പിറ്റൽസ് അല്ലെ. ആ പോയിന്റ് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. അവരാണ് ഗ്രാൻഡ് അംബാസിഡേഴ്സ് എന്ന് പറയുന്നത്. അവര് നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ മറ്റുള്ള ഫ്രണ്ട്സിനെയൊക്കെ അറിയിക്കും, റിലേറ്റീവ്സിനെയൊക്കെ അറിയിക്കും. അപ്പൊ അവർക്ക് നല്ല എക്സ്പീരിയൻസ് അവിടെ നിന്ന് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ജസ്റ്റ് കുറേശ്ശെ പോകാം. ഞാൻ മെഡിസിൻ കഴിച്ചിട്ടും അത് സ്ലാങ് ശരിയാവുന്നുണ്ടോ? ഓക്കെ,
അപ്പോ പേഷ്യന്റ് ലോയൽറ്റി ആൻഡ് റിട്ടൻഷൻ ആണ് പറഞ്ഞു നിർത്തിയത്. റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകും അല്ലെ, പേഷ്യൻസ് വീണ്ടും അവിടെ തന്നെ വരുള്ളൂ, അവിടെ നിന്ന് വിട്ടുപോകാനായിട്ട് സാധിക്കുകയില്ല. അതേമാത്രം തന്നെ പേഷ്യൻസിന് വിശ്വാസത്തെ ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവരെ കൂടി വരാനായിട്ട് പ്രേരിപ്പിക്കുന്നു. നെക്സ്റ്റ് നോക്കുക, ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി. എന്താണ് ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്? അതായത് അവിടെ എന്താണ് ലാഭേച്ഛ അല്ലെ, ലാഭം കൂടുതലായിട്ട് വർദ്ധിക്കുന്നു. കണ്ടന്റ് പേഷ്യൻസ് eventually lead to increased profits for hospitals in many ways. First, contingent patients show up for their appointments. Then, which means that hospitals do not lose the money on data person during the day. അതായത് ഫസ്റ്റ്ലി നമുക്കറിയാം കണ്ടന്റ് പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് അവിടെ അവര് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു. അത് മാത്രമല്ല വിച്ച് മീൻസ് ഹോസ്പിറ്റൽസ് ഡു നോട്ട് ഈ പറഞ്ഞാണ്, അതായത് ഡെയിലി നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മള് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആയതുകൊണ്ട് നമ്മൾ അവിടെ ടിക്കറ്റ് എടുക്കും അല്ലെ. അപ്പം അത് ഫസ്റ്റ്ലി നമ്മളത് ചെയ്യുന്നു. Then secondly, they also provide a grant review on the patient satisfaction survey results that leads to new patients acquisition and improved insurance reimbursement. Then വീണ്ടും ഈ കണ്ടന്റ് പേഷ്യൻസ് എന്താ ചെയ്യുന്നത്, മറ്റുള്ളവരെ കൂടി അട്രാക്ട് ചെയ്യുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് സെക്കൻഡ്ലി ദേ ഓൾസോ പ്രൊവൈഡ് ഗ്രാൻഡ് റിവ്യൂ ആൻഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ റിസൾട്ടിന് നമുക്കറിയാം നല്ല കൃത്യമായിട്ട് തന്നെ ആ നല്ല രീതിയിൽ തന്നെ ഇൻഫോർമേഷൻസ് അവരെ പങ്കുവെക്കും. ദാറ്റ് ലീഡ്സ് ടു ന്യൂ പേഷ്യൻസ് അക്വിസിഷൻ ആൻഡ് ഇൻക്ലൂഡ് ഇൻഷുറൻസ് റിഇംബേഴ്സ്മെന്റ്. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കുമ്പോൾ എന്താ പ്രത്യേകത, അവരും കൂടി നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരാൻ വേണ്ടി സാധ്യതയുണ്ട്. അവര് ഇൻഷുറൻസ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തി മുന്നോട്ട് പോകാനൊക്കെ തയ്യാറാവും. ഓക്കെ, നമുക്കറിയാം എന്താണ് കണ്ടക്റ്റഡ് പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അല്ലെ. അവിടെ ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റിക്ക് വേണ്ടിയിട്ട് കണ്ടക്റ്റഡ് പേഷ്യൻസ് ആണ് അല്ലെ ഇപ്പോൾ രംഗത്തിറങ്ങിയത്. അങ്ങനെ വരുമ്പോഴാണ് കൂടുതലായിട്ട് പ്രോഫിറ്റബിൾ ആക്കി ആ ബിസിനസ്സിനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇവിടെയും ഫസ്റ്റ് പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. Then next നോക്കാം, enhanced staff morale. സ്റ്റാഫ് മൊറൈൽ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെയുള്ള വർക്കേഴ്സിന് അല്ലെ, വർക്കേഴ്സിന് എന്താണ് മനോവീര്യം വർദ്ധിപ്പിക്കും. Generating a patient-focused culture does not have to come at the cost of employee satisfaction. എന്താണ് എംപ്ലോയിയുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, തൊഴിലാളിയുടെ സാറ്റിസ്ഫാക്ഷൻ. അതായത് അവിടെയുള്ള വർക്കേഴ്സ് എന്താ നഴ്സുമാര്, ഫീൽഡ് എന്താണ് സ്റ്റാഫ്, അങ്ങനെ ഒരുപാട് അല്ലെ വർക്കേഴ്സ് അവിടെയുണ്ട്. then അവരുടെ ചെലവ് എന്ന് പറയുന്നത് പേഷ്യൻസ് ഫോക്കസ്ഡ് കൾച്ചർ ഡസ് നോട്ട് ഹാവ് കം അറ്റ് ദി കോസ്റ്റ് ഓഫ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. അവിടെ എംപ്ലോയി സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നില്ല. ഇൻഫാക്ട് ടേക്കിംഗ് സ്റ്റെപ്സ് to involve and motivate your staff's crucial part of delivering outstanding patient care. Okay, നമുക്കറിയാം ഇത് പ്രധാനമായിട്ട് നമുക്കറിയാം മോട്ടിവേഷൻസ് വേണം അല്ലെ. നമ്മള് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തന്നെ അറിയാം അവിടെ സ്ട്രെസ് കൊടുത്തിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അവരെ എങ്ങനെയെങ്കിലും ആ വർക്ക് തീർത്ത് പോകാൻ നോക്കും അല്ലെ. അവിടെ പേഷ്യൻസിന് സാറ്റിസ്ഫൈഡ് ആണോ അല്ലെങ്കിൽ തിരക്കുകയോ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ ചെയ്യുകയില്ല അല്ലെ. തീർച്ചയായിട്ടും എന്താണ് നല്ല രീതിയിലുള്ള ഹോസ്പിറ്റലാണ് എങ്കിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ ഹാൻഡിൽ ചെയ്യുന്നത്. വീണ്ടും പറയാണ്, വിച്ച് മീൻസ് ദ ഹോസ്പിറ്റൽ ഡസ് നോട്ട് ലോസ് മണി ഓൺ എ ഡേറ്റാബേസ്. സോറി, ഇവിടെ നോക്കാം എന്താണ്, ട്രെയിനിങ് ആൻഡ് സ്ട്രെങ്തനിങ് ദ എംപ്ലോയി മേക്സ് ദം ഏബിൾ ടു പെർഫോം ദെയർ ജോബ് ടു ദ ബെസ്റ്റ് ടു ദ എബിലിറ്റീസ് ആൻഡ് മേക്ക് ദം ഫീൽ വാല്യൂഡ് ആൻഡ് ഇൻക്രീസ് സ്റ്റാഫ് റിട്ടൻഷൻ. അവർക്ക് നല്ലൊരു ട്രെയിനിങ് കൊടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു അവർക്ക് സ്ട്രെസ് ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. അതേമാതിരി തന്നെ നല്ലൊരു ട്രെയിനിങ് ഒക്കെയാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവരുടെ സ്കില്ല് നോളജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അവിടെയുള്ള എംപ്ലോയീസിന്റെ സ്കില്ല് നോളജ് ഡെവലപ്പ് ചെയ്താൽ എന്താ പ്രത്യേകത, പേഷ്യൻസിന് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഉണ്ട്. എന്ത് ഗുണമായിരിക്കും?
അവർക്ക് നല്ല മൂല്യമുള്ള ചികിത്സകൾ കിട്ടും അല്ലെ, നല്ല രീതിയിലുള്ള ചികിത്സ കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് makes them feel valued and increase the staff retention. Okay, caring. The experienced staff know how to carry out the attentive service, patient focused service that help to boost patient satisfaction scores. Okay, നമുക്കറിയാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ് ആണെങ്കിൽ അപ്പൊ എന്താ പ്രത്യേകത, അവിടെ എന്താണ് പേഷ്യന്റിനെ ശ്രദ്ധിക്കുകയും ചെയ്യും, അവര് എല്ലാ കാര്യങ്ങളും നിർദ്ദേശിക്കുകയൊക്കെ ചെയ്യും. അതിന്റെ ഹെൽപ്പ് ടു ബൂസ്റ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസ് കെയർ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് നല്ലൊരു സർവീസ് ആണ് ലഭ്യമാക്കുന്നത്. അതായത് പേഷ്യന്റ് ഫോക്കസ്ഡ് സർവീസ് ആണ് അവർക്ക് ലഭ്യമാകുന്നത്. ഹെൽപ്പ് ടു ബൂസ്റ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ. അതുകൊണ്ട് തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ എന്ത് ചെയ്യും, അത് വർദ്ധിച്ചു വരും. നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെ ട്രീറ്റ്മെന്റ് നൽകുന്ന സ്റ്റാഫുകൾ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് തരുന്നതെങ്കിൽ, നല്ലൊരു ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ രീതിയിലായിട്ടുള്ള സ്റ്റാഫ് ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും അവർ പകർന്നത്. തീർച്ചയായിട്ടും എന്തായിരിക്കും, നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ. അപ്പൊ അവരുടെ ആ എംപ്ലോയീസിനെ നമ്മൾ പ്രശംസിക്കുകയും ചെയ്യും. കാരണം അവർ എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ ചെയ്തത് അല്ലെ, എത്ര സമയം കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇത്ര പെട്ടെന്ന് തന്നെ അത് കൈകാര്യം ചെയ്തു എന്നൊക്കെയുള്ള പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യൽ അല്ലെ ഇതുകൾ കിട്ടും, വിശ്വസുകളൊക്കെ കിട്ടും. തീർച്ചയായിട്ടും എന്താണ് അത് അവര് എന്താണ് അവിടെയുള്ള പേഷ്യൻസിലേക്ക് അർപ്പിക്കാനായിട്ടുള്ള സാധ്യത. Then higher productivity. Higher productivity, investing in a training and the software to make better the patient's experience can also increase the staff and the provider productivity in the organization. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നല്ല രീതിയിൽ ഇവർക്ക് സ്റ്റാഫിന് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് കൃത്യമായിട്ട് കിട്ടുമ്പോൾ എന്താണ് അവർക്ക് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും, ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇഫ് ഹോസ്പിറ്റൽസ് എക്സിക്യൂട്ടീവ് സെക്യൂർ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് ആൻഡ് പേഷ്യന്റ് മെസ്സേജിങ്. നമുക്ക് ഇവിടെ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത, അവർക്ക് ഒരുപാട് സമയം ചെലവഴിക്കാതെ തന്നെ അവർക്ക് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എടുക്കാൻ സാധിക്കും ഇല്ലേ. ഓൺലൈൻ ആണെങ്കിൽ ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പറയാണ് സ്റ്റാഫ് മേ സ്പെൻഡ് ആസ് മച്ച് 50 ലെസ് ടൈം ഓൺ ദ ഫോൺ വിത്ത് പേഷ്യൻസ്. അത് മാത്രമല്ല നമുക്കറിയാം കുറച്ച് സമയം മാത്രമേ ചെലവഴിച്ചാൽ മതി അല്ലെ പേഷ്യന്റ് ആയിട്ട്, കുറെ സമയം ചെലവഴിക്കേണ്ട ഒരു കാര്യമില്ല. Consequently, staff can be perform an extra task which, for example, if the hospital executive secure online appointments scheduling and patient messaging, staff may spend as much 50% less time on the phone with the patients. പേഷ്യൻസ് ആയിട്ട് നമ്മൾ കുറച്ച് സമയം നമുക്ക് ഡീൽ ചെയ്യേണ്ട വരുള്ളൂ അല്ലെ. നമ്മളിപ്പോ ഓൺലൈൻ ആണ് ബുക്കിംഗ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പോയി നമ്മുടെ സമയം ചെലവഴിച്ച് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു യൂസേജ് വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്താണ് ഒരുപാട് ടൈം ലാഭിക്കാനായിട്ട് സാധിക്കും. ഇറ്റ്സ് ഓൾസോ ആസ് എ റൂൾ എ ലേണർ ഓഫീസർ. നമുക്കറിയാം അല്ലെ, അവിടെ തീർച്ചയായിട്ടും ഈ ടാസ്കുകളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് അവിടെ എല്ലാ തരത്തിലുള്ള ഓഫീസുകളുടെയും പ്രവർത്തനങ്ങൾ, അതായത് തീർച്ചയായിട്ടും അവരുടെ പ്രധാനമായിട്ടും അവർക്ക് എന്താണ് ആ ഒരു പ്രൊഡക്ടിവിറ്റി, അതായത് ഉത്പാദനക്ഷമത വികസിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് അവരെ കൊണ്ട് സാധിക്കും. കാരണം കുറച്ച് സമയം കൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ പേഷ്യൻസ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതനുസരിച്ചിട്ട് ഹയർ പ്രൊഡക്ടിവിറ്റി അവർക്ക് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. ജസ്റ്റ് പോയിന്റ് നോക്കാം, കംപ്ലീഷൻ കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്, ജസ്റ്റ് വായിച്ചു.
സോറി, ഞാൻ അരമണിക്കൂർ തന്നെ ക്ലാസ് എടുക്കണമെന്നില്ല. എനിക്ക് കഥയെ എടുക്കണമെന്നും എന്താ പറയാ മെമ്മറിയിൽ പറയാൻ പറ്റുന്നില്ല. അപ്പോ നമുക്ക് എന്താ പറയാ 3 മണിയാവുമ്പോൾ സ്റ്റോപ്പ്. അപ്പൊ നമ്മള് നോക്കാം ഹയർ പ്രൊഡക്ടിവിറ്റി അല്ലെ. നമ്മൾ പറഞ്ഞു നിർത്തിയേക്കുന്ന ഹയർ പ്രൊഡക്ടിവിറ്റി ആണ്. ഇൻവെസ്റ്റിംഗ് ഇൻ ട്രെയിനിങ് ആൻഡ് സോഫ്റ്റ്വെയർ ടു മേക്ക് ബെറ്റർ ദ പേഷ്യന്റ് എക്സ്പീരിയൻസ് can also increase the staff and provide a productivity in the organization. For example, ഇപ്പൊ പേഷ്യന്റ് അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, കുറച്ച് സമയം കൊണ്ട് തന്നെ അവർക്ക് ഫോൺ ചെയ്ത് ഇൻഫോർമേഷൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഒരുപാട് സമയം എടുക്കുന്നില്ല. അതോടൊപ്പം തന്നെ സ്റ്റാഫുകൾക്ക് എക്സ്ട്രാ ടാസ്ക് അല്ലെ, ഇനി ആരെങ്കിലും എന്താണ് ലേണർ ഓഫീസിൽ, അതായത് അറിയിക്കേണ്ട ഓഫീസിൽ എന്തൊക്കെയെങ്കിലും അറിയിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് അവർക്ക് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നു. Then besides many hospital listen, the patient is now show and late cancellation. The hospital have less time in scheduling and can maximize the patient's time and related periods. ഓക്കെ, നമുക്കറിയാം അല്ലെ, കൃത്യമായിട്ട് തന്നെ അറേഞ്ച് ചെയ്യുമ്പോൾ ക്യാൻസലേഷൻ ഒക്കെ നന്നായിട്ട് നടക്കുന്നു. ഹോസ്പിറ്റൽ ലെവല് ലെസ് ടൈം ഇൻ ഷെഡ്യൂളിംഗ് ആൻഡ് മാക്സിമം പേഷ്യന്റ് ടൈം റിലേറ്റഡ് പീരിയഡ്. അതായത് പേഷ്യന്റിനെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൈകാര്യം ചെയ്തതുകൊണ്ട് തന്നെ എന്താണ് പ്രത്യേകിച്ച് കാണാതിരിക്കുന്നത് അല്ലെ, എന്നോ കുറെ കാര്യങ്ങളൊക്കെ എന്താണ് പറയുന്നത് ചെയ്യുന്ന പ്രവർത്തികളെല്ലാം കൃത്യമായിട്ട് തന്നെ കാണാതെ തന്നെ മീൻസ് ആ ഓൺലൈനിൽ തന്നെ അത് നടപ്പാക്കാനായിട്ട് സാധിക്കുന്നു. ഹോസ്പിറ്റൽ ആവുമ്പോൾ ലെസ് ഡെഡ് ടൈം ഉണ്ട്, ഒരുപാട് സമയം ഇങ്ങനെ കെയർലെസ് ആയിട്ടൊന്നും ഷെഡ്യൂൾ ചെയ്യേണ്ട വരുന്നില്ല. മാക്സിമൈസ് ദ പേഷ്യന്റ് ടൈം ആൻഡ് റിലേറ്റഡ് ഫീലിംഗ്സ്. അവരുടെ സമയം എത്രയും പെട്ടെന്ന് അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. കേസ് ബീറ്റിംഗ് സെക്ഷനിലാണെങ്കിലും എല്ലാം തന്നെ അവർക്ക് പെട്ടെന്ന് അപ്ഡേറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടെ കൂടുതലായിട്ട് ആവശ്യകത വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ പേഷ്യന്റിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സേവനങ്ങൾ ലഭ്യമാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് നോക്കാം റെപ്യൂട്ടേഷൻ. എന്താണ് റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത്? പ്രശസ്തി അല്ലെ. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ക്യാൻ ഇംപ്രൂവ് യുവർ റെപ്യൂട്ടേഷൻ ഇൻ മെനി വേസ്. First, HCA, HPS scores are published specifically, so people can learn about the decisions they can consult and make an informed choice about their health care. Second, positive scores make the organization much more attractive options. അതായത് നമ്മുടെ HPS-ന്റെ ആ ഒരു ഫുൾ ഫോം നിങ്ങൾ എഴുതി വെച്ചത് ഹോസ്പിറ്റൽ കൺസ്യൂമർ അസസ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ providers and systems. Hospital consumers assessment of healthcare providers and systems. HCA, HPS. Hospital consumer assessment of healthcare providers and systems. Hospital consumer hospital consumer assessment of healthcare providers and systems. Hospital consumer assessment of healthcare providers and systems. Okay, clear ആണോ? Reputation തുടങ്ങി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. Okay, thank you. Sorry, we continue ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം.